അങ്ങനെ കള്ളവെടികളൊക്കെ പിടിക്കപ്പെട്ടു. പകൽ മാന്യതയുടെ എല്ലാ മൂടുപടങ്ങളും പുറത്തായി. പിന്നെ നമ്മുടെ ഒരു കുഞ്ഞു ദൈവമുണ്ട്, റസൂല് ദൈവം. ഈ റസൂല് ദൈവം ചില ഗർഭങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കും, ദൈവമായതുകൊണ്ട്. ചില സമയത്ത് വാപ്പയായിട്ട് അവതരിക്കും കേട്ടോ. വാപ്പയ്ക്ക് ഇപ്പൊ മോളെ ഇപ്പൊ കയറി ഒന്ന് പിടിക്കണമെന്ന് തോന്നിയാലോ, ഒന്ന് കളിക്കണമെന്ന് തോന്നിയാലോ എന്താ കുഴപ്പമില്ല. നമ്മുടെ ഇതിനകത്ത് ഇതൊക്കെ ഹലാലാണ്. അങ്ങനെ ഈ കുഞ്ഞു ദൈവവും ചില സമയത്ത് വാപ്പയായിരിക്കും, ചില സമയത്ത് സഹോദരനായിരിക്കും. അങ്ങനെയൊക്കെയാണ് സജന പറഞ്ഞത്. എന്തായിരുന്നാലും റസൂല് ദൈവം ഒരു ഗർഭം ഉണ്ടാക്കി കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കുഞ്ഞിന്റെ പേരിടാനുള്ള സമയമായിട്ടില്ല, വേണ്ട ഈ കുഞ്ഞ് വേണ്ട, പോയി അബോട്ട് ചെയ്ത് ഇപ്പൊ കപ്പ് ചെയ്തു. രണ്ടാമത് വീണ്ടും റസൂല് ദൈവം ഒരു കുഞ്ഞിനെ കൂടി ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെ തുണി മാറ്റി ഊതിയിട്ടൊന്നും അല്ല കേട്ടോ, അല്ലാതെ ശരിക്ക് കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ കുഞ്ഞ് വിചാരിച്ചു, എനിക്കിനിയും ഈ പിതാവിനെ വേണ്ട, ഈ മാതാവിനെ എനിക്ക് വേണ്ട. ആ കുഞ്ഞ് സ്വന്തമായിട്ട് ഓടി രക്ഷപ്പെട്ടു, കലങ്ങി. വീണ്ടും ഒരിക്കൽ കൂടി റസൂല് ദൈവം, റസൂല് പടച്ചോൻ, മിനി പടച്ചോൻ ഒരു കുഞ്ഞിനെ കൂടി ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ സജന വിചാരിച്ചു, ഇത് വെച്ചിട്ട് ഇനി എനിക്ക് ജീവിക്കണം. അപ്പോൾ 3 കോടി 3 മാസമേ ആയിട്ടുള്ളൂ. 9 മാസമായിരുന്നെങ്കിൽ 9 കോടി ചോദിച്ചേനെ കേട്ടോ. 3 കളിക്കാണോ 3 കോടി ചോദിച്ചതെന്ന് പിന്നീട് തിരുത്തി പറയുന്നുണ്ട്. എന്തോ ആവട്ടെ. ഫിറോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്കും അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടിക്ക്, കാരണം നിങ്ങൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് അറിയാൻ വലിയ ആൾക്കാരാണ്. അപ്പോൾ എന്നെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസുകൾ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിന്നെയൊക്കെ അകത്ത് കിടത്തേണ്ടുള്ള ഇത്രയും സംഭവങ്ങളുണ്ടെന്നറിയാം എൻ്റെ വക്കീലെന്നെ എനിക്ക് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ പോലും നിങ്ങളെ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. നിനക്ക് റസൂലിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണം. അതിൻ്റെ എന്ത് രീതിയിലായാലും നിനക്കറിയാമല്ലോ ഞാനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ഇനി ആ വിവാഹം പോലും ഇല്ല. അപ്പോൾ എനിക്ക് കുഞ്ഞുമായിട്ട് മാത്രമേ ഉള്ളൂ അവനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അതിന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നീ ദ്രോഹിക്കരുത്. പിന്നെ നീ നിൻ്റെ കൂട്ടുകാരികൾ ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒരു കൂട്ടുകാരി എനിക്ക് നിൻ്റെ ഗൾഫിലുള്ള ആ സുഹൃത്തിൻ്റെ ഒരു ഓഡിയോ ഒന്നെന്തായാലും കേട്ടു. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയില്. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിൽ ഒരു 3-3.5 കിലോ MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിന്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ കുറെ അലിഗേഷൻസ്. അതായത് ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട്, അതല്ലാത്ത ആൾക്കാരുടെ പേര് സജന ഇവൾ പറയുന്നുണ്ട്, ഞാൻ എന്നെ കുറെ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആള് ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറെ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോണേ, അവൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്റെ റസൂൽ പൂക്കുട്ടിയാണ് എന്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങില് കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറ്റ മൂവിയുടെ ഇതിന്റെ ഒരു പാട്ടിന്റെ സീനൊക്കെ ഇപ്പൊ ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സ് ആയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ്, മൊത്തം ഔട്ട് ഓഫ് കവറേജ് ഏരിയ. യാസന എന്ന് പറഞ്ഞ വ്യക്തി എന്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട്, ബിഗ് ബോസ് കുറച്ച് ടീമുകളുമായിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കാന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ വന്നു. കാരണം എന്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. ഞങ്ങൾ എല്ലാവരും വർക്കിന്റെ ഒരു ആവശ്യത്തിന്, കാരണം ഷൂട്ടിന് പോകണം വരണം. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഒരു ബൊട്ടിക്ക് തുടങ്ങാനുള്ള സംഭവം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി എടുത്തിട്ട് നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ. അപ്പൊ നമ്മൾ ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് ടീം വന്നപ്പോഴത്തേക്ക് പറഞ്ഞിട്ട് ഇവരെ നമുക്ക് എല്ലാവരും കൂടെ കറങ്ങാൻ പോകാന്നെല്ലാം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി പുറത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് സജനയുടെ വീട്ടിൽ പോയി ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി എന്ന് പറഞ്ഞു വന്നു. ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. AC റൂം എവിടെയാന്ന് പറഞ്ഞു. നമ്മൾ AC റൂമിലോട്ട് കയറുന്നു. യാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറെ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പൊ തന്നെ ഞാൻ അങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ MDMA ആയിരുന്നു അതെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ തന്നെ എന്റെ മുഖമൊക്കെ അങ്ങ് മാറി. അപ്പൊ ഈ ഷൂട്ടിന് മാത്രമേ ഞാൻ അവിടെ നിൽക്കുള്ളൂ. റൂം മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ആ റൂം താമസിക്കാൻ വേണ്ടിയിട്ട്. ഈ ഹോട്ടൽ റൂമിൽ നിൽക്കുമ്പോൾ എനിക്ക് ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര കുറച്ച് പ്രശ്നം. ഹോട്ടൽ ബാത്റൂമിലൊക്കെ പോകാൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പ്രൈവറ്റ് നമുക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്തിടും. എന്നിട്ട് അവർ അതിന്റെ പൈസയും പിന്നെ നമുക്ക് ഇതിന്റെ ഒരു പർപ്പസും ഉണ്ടല്ലോ. അങ്ങനെ ഈ സാധനം വന്നിട്ട് ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങി പോകുന്നു പറയാനും പറ്റുന്നില്ല. എനിക്കറിയില്ല. നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറയണമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പൊ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ സജിന എന്ത് മുഖമൊക്കെ മാറുന്നത്. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു പ്രശ്നം നടക്കുക.
അപ്പോൾ ഞാൻ നിൽക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ആർക്കും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. എനിക്ക് പേടിയാണ്, കാരണം വലിയൊരു സാധനം കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് വെളിയിൽ ഇറങ്ങും. ഇവരെങ്ങനെ എനിക്ക് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയ എൻ്റെ അടുത്ത് പറയുന്നത്, സജന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടത് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദിയ നീ എന്തോ പറഞ്ഞു, ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബിയർ കുടിക്കുന്നതാണോ അല്ല, ഇത് ഭയങ്കര സമയം, എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത്, പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തും ചെവി വെച്ചോണ്ട് ഞാൻ ഇറങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിന്റെ മേളിൽ കയറി. അവിടെ ഞാനൊരു പെട്ടെന്ന് ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ കയറി പോകുന്നതും എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് ദിയ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പോയി കഴിഞ്ഞ് കുറച്ച് നാളെ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയിട്ടില്ല, കാരണം എനിക്കതൊരു പേടി സ്വപ്നം പോലെ ആയിരുന്നു. ശേഷം പുള്ളിക്കാർക്ക് എൻ്റെ അടുത്ത് റിവെഞ്ച് വരാൻ കാരണം ഇതാണ്. എൻ്റെ അടുത്ത് അതിനുശേഷം പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജന ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം വരാൻ വേണ്ടി നിൽക്കുക, ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു, ദിയ ഈ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക, ഞാനൊരു വർക്ക് തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം. അന്ന് ദിയ വന്നപ്പോഴത്തേക്ക് എനിക്ക് നോ പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി, ഇറക്കി വിടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പക്ഷേ ദിയ ചെയ്തത് ഭയങ്കര ഇല്ലീഗൽ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് ദിയ പറയുന്നുണ്ട്, ഇത് കാരണമാണ് ഞാൻ ജീവിച്ചു പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി ഇത് കാരണമെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ. അപ്പം അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു, ദിയ റേസ് ആയി. ഞാൻ പറഞ്ഞു, ദിയ പ്ലീസ് എന്നെ ദേവി ഇതിനകത്ത് പിടിച്ചത്, എനിക്ക് വേറെ എന്തോ ഒക്കെയാണ്, പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ കണ്ട് ഇതാക്കരുത്, എനിക്ക് പേടിയാ ദിയ എന്ന് പറഞ്ഞു. ഇവൾ എന്നെ അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങി. മറ്റവളെ ഞാൻ എന്തോ മറ്റേതാണോ, നീ എന്ത് നല്ല കുഞ്ഞ് കാണിക്കാൻ പോകുന്നു, നീ എന്തോ, അതായത് എന്നെ അങ്ങ് എനിക്കറിയത്തില്ല ഏട്ടാ, ഞാൻ എന്തോ ഭയങ്കര കുറ്റക്കാരി പോലെ എന്നെ അങ്ങ് ഭയങ്കര. അപ്പം തൊട്ടേ ആളങ്ങ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അഴിമതി എല്ലാം ചെയ്തിട്ട് അള്ളാഹെ പിടിച്ചിടും. അത് കണക്ക് സാത്താൻ. ശരി, അവിടെ നിൽക്കൂ. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തായിരുന്നാലും നമ്മുടെ ദിയാസനയ്ക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാകുമല്ലോ. അവർ MDAക്കെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന ആളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹലോ എവ്രിവൺ, ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇന്നലെ മറുനാടൻ മലയാളി ചാനലിനകത്ത് സജന നൂർ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ വരുന്നൊരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് മുഴുനീളം അവരും ഫിറോസും റസൽ പൂക്കുറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ പറ്റിയിട്ടൊരു അലിഗേഷൻ വന്നു. ഞാൻ MDMA കൊടുത്തു, MDMA ഉപയോഗിച്ചു, അതുപോലെ ഞാൻ MDMA കാരിയർ ആണ്, അവർക്ക് MDMA തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പം മറുനാടൻ മലയാളി ചാനൽ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ചാനലാണ്. പണ്ട് മുതലേ അവർക്ക് ഇതിന്റെ അടുത്തൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഷാജൻ സ്കറിയക്കെതിരെ. സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നം ആ ചാനലിന് എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുനീളൻ വീഡിയോയിലെ ഒരു പോയിന്റായ ഞാൻ MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തംബ്നെയിലൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാനിപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പൊ ഡീഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് തിരക്കുകളിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വിശദമായിട്ടുള്ള വിവരം തരും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എസ്പെഷ്യലി എനിക്ക് റസൂൽ പൂക്കുറ്റി അതുപോലെ സജന ഇവരെ രണ്ടുപേരും ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ എന്തായാലും ഞങ്ങളെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ വെളിയിൽ വരാതിരിക്കാൻ മേ ബി ഞങ്ങളൊക്കെ അടപ്പിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എല്ലാത്തിനെയും കൂടെ കുറെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്നുള്ള ഭയം കൊണ്ടിട്ടായിരിക്കാം മേ ബി ഞങ്ങളെയൊക്കെ നെഞ്ചത്തോട്ട് ഇങ്ങനെയുള്ള അലിഗേഷനൊക്കെ വെച്ച് തന്നേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഡ്രഗിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. എഗെയിൻസ്റ്റ് ഡ്രഗ് എന്നുള്ള രീതിയിൽ മുദ്രാവാക്യം വരെ വിളിച്ചിട്ട് സമരം നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പൊ പോലും ഈ പറഞ്ഞ ഈ റീസെന്റ് നടന്ന തൂഫാൻ ഇഷ്യൂകളിലൊക്കെയും പ്രതികരിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന എന്നെ ഞാനൊരു ഡ്രഗ് ഡീലറാണ്, ഡ്രഗ് കാരിയർ ആണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു അലിഗേഷൻ എന്റെ മുമ്പിൽ വെക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള പ്രൂഫ് അതിന് വെക്കണം. ഒരാൾ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനെ എടുത്തിട്ട് അലക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ അങ്ങനെ അലക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇന്നലെ തന്നെ വീഡിയോ ഇട്ടതിന്റെ പുറകിൽ തന്നെ ഒരുപാട് ആളുകൾ തംബ്നെയിൽ ഉപയോഗിച്ചു കൊണ്ടിട്ട് എന്നെ മെൻഷൻ ചെയ്തുകൊണ്ടിട്ടും ഒക്കെ ഉള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് വിഷയത്തിന്റെ ഗൗരവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ കുറെ അധികം കാര്യങ്ങൾ ഇനി പറയും. അതെല്ലാം ഉൾക്കൊള്ളിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യുക. ഈ തംബ്നെയിൽ ഇങ്ങനെ വെക്കുമ്പോൾ എന്റെ ഈ ഫാമിലി എന്റെയും കുടുംബത്തിനൊക്കെ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഞാനിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരെ നിങ്ങൾ പേര് ഉപയോഗിച്ച് അവർ ഡ്രഗ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതൊരു പോസ്റ്റർ പോലെ ഉണ്ടാക്കിയത് ഇറക്കും. അപ്പൊ ഞാൻ ഇപ്പം ഏതോ ഫൈനൽ റീൽസോ ഏതോ ഒരു പോസ്റ്റില് സജന നൂറിന് ദിയാസന MDMA കൊടുത്തു, വോയിസ് ക്ലിപ്പ് പുറത്തുനിന്നൊക്കെ, വോയിസ് ക്ലിപ്പ് വേറെ എന്തോ വോയിസ് ക്ലിപ്പ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോ പോസ്റ്റുകൾ വരുന്നത്. അപ്പൊ ഞാൻ നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ ആഡ് ഓൺ ആക്കും. കാരണം നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ അത് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തരാം, എല്ലാം പറയാം. ഇനിയിപ്പോ എനിക്ക് എസ്പെഷ്യലി സജന നൂർ റസൽ പൂക്കുറ്റി വിഷയം സംസാരിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെ ആയില്ലേ. ഇനിയിപ്പോ എന്തായാലും നമ്മളെയൊക്കെ
എനിക്ക് പറ്റുന്നില്ല, ബുദ്ധിമുട്ടും ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്, എല്ലാം കൊണ്ട് ഞാൻ നശിച്ചു നിൽക്കുകയാണ്, അതുകൊണ്ട് എന്നാ നിങ്ങളും നശിച്ചോ എന്ന മട്ടിൽ എന്തെങ്കിലുമൊക്കെ അലിഗേഷൻ എന്നെയും അവളുടെ ചുറ്റുപറ്റും നിന്നിരുന്ന സുഹൃത്തുക്കളെയും വെച്ച് അവള് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ ക്ലാരിറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. എന്തായാലും ഞങ്ങളുടെ പേര് വന്നല്ലോ, ഉറപ്പായിട്ടും ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. വലിയ ഒരു ചാനൽ കിട്ടട്ടെ, നല്ല മില്യൺ ഓഫ് വ്യൂസ് കിട്ടട്ടെ, അങ്ങനെയുള്ള ചാനലിനെ തപ്പിയിട്ട് വേണം എന്തായാലും കൊടുക്കാൻ, അപ്പോഴല്ലേ അത് റീച്ച് ആകത്തുള്ളൂ. അപ്പം അത് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഇന്ന് തന്നെ മിക്കവാറും ഇന്റർവ്യൂ കൊടുക്കും. അപ്പം എന്റെ കുറച്ച് തിരക്കുകൾ നിൽക്കുന്നത് കൊണ്ടിട്ട് കൂടിയാണ്. അപ്പം ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു ക്ലാരിറ്റി ആയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. സോ കൂടെ നിൽക്കുന്ന വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കി നേരത്തെ കൂട്ടി അറിഞ്ഞു നിൽക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ വിശദമായിട്ട് പറയാം. യാസന എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട് ബിഗ് ബോസ് കുറച്ച് ടീമുകളായിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടാടി എന്നൊക്കെ അങ്ങനെ ഈ സാധനം വന്നിട്ട് ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങി പോകുന്നു പറയാനും പറ്റുന്നില്ല. എനിക്കറിയില്ല, നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറയണമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ സജിന് എന്ത് മുഖമൊക്കെ മാറുന്നത്? ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു പ്രശ്നം നടക്കുക. അപ്പോൾ ഞാൻ നിൽക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് തോന്നി ഞാൻ പറഞ്ഞിട്ടില്ല, ആദ്യം ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. എനിക്ക് പേടിയാണ്, കാരണം വലിയൊരു സാധനം കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുന്നതിന്റെ പേരും പറഞ്ഞ് വെളിയിൽ ഇറങ്ങും. ഇവരെങ്ങനെ എനിക്ക് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയാൻ്റെ അടുത്ത് പറയുന്നത്, സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടത് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന് അങ്ങനെ ഇത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദിയ നീ എന്തോ പറഞ്ഞു, ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബീർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സമയം, എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത്, പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തും ചെവി വെച്ചോണ്ട് ഞാൻ ഇറങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിന്റെ മേളിൽ കയറി. അവിടെ ഞാനൊരു പെട്ടെന്ന് ഞാൻ കുറെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കയറി പോകുന്നതും എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് ദിയ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പോയി കഴിഞ്ഞ് കുറച്ച് നാളെ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയിട്ടില്ല, കാരണം എനിക്കതൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. ശേഷം പുള്ളിക്കാർക്ക് എൻ്റെ അടുത്ത് റിവെഞ്ച് വരാൻ കാരണം ഇതാണ്. എൻ്റെ അടുത്ത് അതിനുശേഷം പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജിന ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം വരാൻ വേണ്ടി നിൽക്കുക, ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം അങ്ങോട്ട് വരാൻ. ഞാൻ പറഞ്ഞു, ദിയ ഈ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക, ഞാനൊരു വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം. അന്ന് ദിയ വന്നപ്പോഴത്തേക്ക് എനിക്ക് നോ പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി, ഇറക്കി വിടാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. പക്ഷേ ദിയ ചെയ്തത് ഭയങ്കര ഇല്ലീഗൽ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് ദിയ പറയുന്നുണ്ട്, ഇത് കാരണമാണ് ഞാൻ ജീവിച്ച് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി ഇത് കാരണമെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാലേ ഉള്ളൂ. അപ്പം അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു, ദിയ റൈസ് ഞാൻ ദിയ പ്ലീസ് എന്നെ ദേവി ഇതിനകത്ത് പിടിച്ചത്, എനിക്ക് വേറെ എന്തോ ഒക്കെയാണ്, പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ കണ്ട് ഇതാക്കരുത്, എനിക്ക് പേടിയാതിയാന്ന് പറഞ്ഞു. ഇവൾ എന്നെ അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങി. മറ്റവളെ ഞാൻ എന്തോ മറ്റേ നീ എന്ത് നല്ല കുഞ്ഞ് കാണിക്കാൻ പോകുന്നു, നീ എന്തോ അതായത് എന്നെ അങ്ങ് എനിക്കറിയത്തില്ല ഏട്ടാ, ഞാൻ എന്തോ ഭയങ്കര കുറ്റക്കാരി പോലെ എന്നെ അങ്ങ് ഭയങ്കര. അപ്പം തൊട്ടേ ആളങ്ങ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മറുപടിയുമായിട്ട് വീണ്ടും സജന നൂറ് രംഗത്ത് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദിയ കയറി പറയാൻ പോകുന്നത് അതിൻ്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും ദിയാസന മീഡിയയിലാവട്ടെ, ഏത് സോഷ്യൽ മീഡിയയിലാവട്ടെ, അവൾ എവിടെ അങ്ങനെയാണ് പറയുന്നത്. അല്ല ദിയ, അപ്പം ദിയക്ക് എന്താ പേടിയുണ്ടോ? എൻ്റെ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കുന്നല്ലോ. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിന്റെ കൂടെ ഉള്ള ആൾക്കാർ നിന്നെ പണിയാത്ത എന്താണെന്നറിയാവോ? കാരണം അവരും സെയിം തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർ പേടിക്കും. കാരണം നിന്റെ പേരിൽ ഒരു അലിഗേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ അവരും കൂടെ അല്ലേ പൊങ്ങുന്നത്. അപ്പം തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ പ്രതികരിക്കും. അപ്പം എൻ്റെ മോളെ, നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും പിന്നെ എന്നെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷ്നി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1, എനിക്കത് പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരുത്തി. നിങ്ങൾ ഇപ്പം അവളെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അവളുടെ ഫോട്ടോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കേട്ടാം, കാരണം ഫോട്ടോ എൻ്റെ കയ്യിലില്ല, കാണിച്ചു തരാം. ഞാനത് അവളാണ് റോഷ്നി. കാരണം എന്തായാലും ഞാൻ അത്രയൊന്നും അറിയില്ലേ. അപ്പോൾ എന്നെ ഒന്ന് ഭയങ്കരമായിട്ട് റോഷ്നി നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയാൽ നിന്നെ ഞാൻ വെറുതെ വിട്ടണം, പോട്ടെ ജീവിക്ക് എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവളെ നീ ആയിട്ട് ചൊറിഞ്ഞ് മേടിക്കാതെ. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ്കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല, കാരണം ലോകത്തുള്ള എല്ലാ പെണ്ണുമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തവൾ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ലേഡി ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും, അതൊന്നും നമ്മൾ പറയുന്നില്ലേ. പിന്നെ ഫിറോസ് ഖാൻ ഒരു അലിഗേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. അതായത് എൻ്റെയും ഫിറോസ് ഖാനും ജനിച്ച കുഞ്ഞിനെ കുറിച്ച് നാണമില്ലയോടോ തനിക്ക്? ഫോൺ തരുത്തില്ലടോ, ഇത്രയും നാൾ തനിക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നമുണ്ടായാലും തനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഫോൺ കോൾ തന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കല്ല ഞാൻ കുഞ്ഞിനുള്ള സ്പേസ്, തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, തന്നോട് ബഹുമാനം കൊണ്ടല്ല. ആ കുഞ്ഞിന് തന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാദർ എന്നൊരാളെ അവൻ ആവശ്യമുണ്ട്. എൻ്റെ കുഞ്ഞും ഇതുപോലത്തെ ഒരു വേദന എൻ്റെ മൂത്ത മോൾ അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്തയും മക്കളെയും തിരിപ്പിക്കാതെ നോക്കിയതാണ്. അത് തന്നോടുള്ള ബഹുമാനമല്ല, എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ, അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം
ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട പോവേണ്ട അങ്ങനെ ഇങ്ങനെയാണ് വൃത്തിയിട്ടാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിന് വെറുക്കപ്പെടും. പക്ഷെ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോട് ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊറ്റയാണ്. എൻ്റെ അവിതാര്യമാണ്, എൻ്റെ ഭിക്ഷയാണോ അത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മോനെ തനിക്ക് തരുന്നത് ഇനി തരത്തിലിടോ. കാരണം കുറച്ച് അലിഗേഷൻ കൂടെ ഞാൻ തന്നെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. താൻ ലീഗലി പോടോ. ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തൻ്റെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ലീഗലായിട്ട് പോകും. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടുള്ളൂ. 2500 രൂപ ചെലവിന് തന്നിട്ട് ഒരു വർഷം കൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് വിളിച്ചത് എൻ്റെ ഉമ്മയുടെ ഫോണിൽ 2500 രൂപ ചെലവിന് തന്നിട്ട് 2000 ആദ്യം അയച്ചു, പിന്നെ 500 കൂടെ കൂട്ടി. ഒരു മാസം മറ്റേ വർഷത്തിൽ കൂട്ടുന്ന കണക്ക് ഒരു 6-7 മാസം ആയപ്പോഴത്തേക്ക് 500 കൂട്ടി. തനിക്ക് വരുമാനം ഇല്ലാത്തൊന്നുമല്ല, തനിക്ക് ജോലിയുണ്ട്, വേറെ ഭാര്യയോ മക്കളോ വേറെ ഒന്നോ അതെനിക്കറിയത്തില്ല കേട്ടോ. ഇനി അങ്ങനെയൊന്നും ഇല്ലല്ലോ, തനിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ തനിക്ക് ഇത്ര ചെലവൊന്നുമില്ലല്ലോ, സ്വന്തം കുഞ്ഞിന് പോലും കൊടുക്കും. എന്നിട്ട് ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല. എൻ്റെ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് പൈസ തരുന്നത്. അപ്പോഴും തനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ അടുത്ത് തിരക്കിക്കാനോ വന്നിട്ടില്ല. കാരണം എന്നിട്ട് ഞാൻ മുമ്പിൽ എന്തിനാ ഈ നെക്കെ വെച്ച് 2500 രൂപ മേടിച്ച് ഒരാഴ്ചത്തെ സ്നാക്സ്, ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്കറിയാം, ഒരാഴ്ചത്തെ സ്നാക്സ് മേടിക്കാൻ പൈസ ഇല്ലാതെ, പൈസ പോലും തികത്തില്ലത്. 2500. അപ്പോൾ എൻ്റെ ഉമ്മ പറയുന്നതാ, മൂത്ത കൊച്ചിനോ കൊടുക്കുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്തം അറിഞ്ഞിട്ടില്ല. ഇവനെങ്കിലും കൊടുത്ത് 2500 കൊടുത്തിട്ട് ആ കുഞ്ഞിനോടുള്ളൊരു കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ഒരു മനസ്സാക്ഷിയാണ് കിടക്കട്ടെ. എൻ്റെ ഉമ്മ മനസ്സാക്ഷി കാണിച്ചത്. നാളെ മനുവില്ലേടോ തനിക്ക്. പിന്നെ ഞാനിപ്പോൾ വന്ന മെയിനായിട്ട് എന്നെക്കുറിച്ച് ഇപ്പോൾ കുറേ അലിഗേഷൻ രണ്ടാമെന്ന് കുറേ വന്നു. നിയാസാനയുടെ കാര്യം, ഫിറോസ് ഖാനും കൂടെ. ഞാൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ട രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാതെ MDMO കുറേ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യും. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ചിലപ്പം ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കുന്നത്. കാരണം എനിക്ക് ഇവരെയൊക്കെ പേടിയുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ ശരീരത്തിൽ കെട്ടിക്കൊണ്ട് ഇടുമോ എന്നൊക്കെ പേടിയുള്ളതുകൊണ്ട് എത്രയും വേഗം തന്നെ എന്നെ ടെസ്റ്റ് ചെയ്ത് എന്നെ അറിയാവുന്ന ആൾക്കാർ മുന്നിൽ ഞാൻ ഈ വക സാധനം ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ കിടന്നത് എനിക്കാണ്. ചിലപ്പം ഈ വീഡിയോ ടെസ്റ്റ് ചെയ്യുന്ന ശേഷം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്തോളൂ. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ എന്ത് വന്നാലും അതിനുള്ള ഫുൾ ഉത്തരവാദിത്തം ഞാൻ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എനിക്ക് പേടിയാണ്. കാരണം ക്രിമിനലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരെന്തായാലും നെക്സ്റ്റ് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പോവാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനാണോ അതിൻ്റെ ലീഗൽ വശം എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും ലീഗൽ വശമായിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യും. ഞാൻ അവരുടെ റിക്വസ്റ്റ് ചെയ്യും. അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷ്നി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോ വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷേ താനും വന്ന് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരാണ് എന്നെക്കുറിച്ച് അലിഗേഷൻ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഈ 3 പേര് എന്നെക്കുറിച്ച് പറയാമെങ്കിൽ അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കണം. അതുകൊണ്ട് ഈ ജനങ്ങളോട് റിക്വസ്റ്റ് ഞാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അതൊക്കെ വച്ചിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും പോകുന്ന അത് പിടിച്ച് അറിയാതെ ഈ നാട്ടിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാധനങ്ങൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പ്രായപൂർത്തിയാവാത്ത കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞത് അത് ഈ ലോകത്ത് നടന്നോട്ടേനോ? അതേപോലെ തന്നെ കഞ്ചാവ്, MDMA അങ്ങനെയുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ള വിതരണം, ഇവന്മാർ ഇങ്ങനെയുള്ള സോഷ്യൽ വർക്കാണ് ഞാനെന്ന് പറഞ്ഞു. ഇവന്മാരുള്ളപ്പോൾ ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നാട് നശിപ്പിക്കാൻ. അപ്പോൾ ഈ 2 കാര്യം ഇവിടെ നടന്നോട്ടേനാണ് നിങ്ങൾ പറയുന്നത്. സ്വന്തം മക്കൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാലം പോലെ ആക്കണോ ഇതുപോലെ? അപ്പം നിങ്ങൾ പ്രതികരിക്കേ ഈ ചെറിയ ഈ പറഞ്ഞ കണക്ക് അവരോട് പോയി ഇവരോട് പോയി ഇങ്ങനെ പോയി അതല്ല. ആദ്യം ഈ ലോകത്തിനെ നന്നാക്കാനുള്ള ഡ്രഗ്സ്, ഇങ്ങനത്തെ സാധനങ്ങളും, പിന്നെ അതേപോലെ തന്നെ പീഡനം, പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതും ഇത് ലോകത്തിനോട് കൊണ്ടുപോകാൻ നിങ്ങൾ. ഇനി നിങ്ങൾ എന്നെ അടുത്ത എന്തെങ്കിലും പറഞ്ഞ എന്നെ കൊല്ലാൻ പോലെ. ഇപ്പം ഞാനും രേണുസുതിയെ പോലെ തന്നെ എനിക്ക് കമന്റ് ആയിട്ട് ആദ്യമൊക്കെ ഭയങ്കര വിഷമം, ഡിപ്രഷൻ, ഉറക്കമില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കിടന്ന് കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതോളമാരെ എന്നെക്കുറിച്ച് എന്ത് ടടിച്ച് മറന്നോ മറിച്ച് നടന്നു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഇതിൻ്റെ അവസാനത്തെ വീഡിയോ ഞാൻ അറിയത്തില്ല. കാരണം എനിക്ക് ജീവിക്കണം. എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല വീഡിയോകളും കൊളാപ്സും കാര്യങ്ങളൊക്കെ വേണം. ഞാൻ ഇതുപോലെ പിഴച്ചൊന്നും ഉണ്ടാക്കിയതല്ല. പിഴച്ചൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിന്നില്ല. എനിക്ക് സമ്പാദിച്ച് എൻ്റെ മക്കൾ നോക്കണം. അതുകൊണ്ട് ഞാൻ വരും. അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഫിറോസ് ഖാന് ഈ മോനെ ഇത്രയും പറയുന്നുണ്ടല്ലോ, എടാ നാണമാണ് ഇല്ലാത്തവനെ. നിനക്ക് ഈ കുഞ്ഞിനെ നീ ചിലപ്പോഴും ആഴ്ചയിലൊക്കെ വിളിച്ചോണ്ട് പോയിരുന്നു. ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നേ നീ ആദ്യം ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയിട്ട് ഈ വീഡിയോ ഇടാൻ നിന്നിരുന്നടാ. എനിക്ക് ഈ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമെന്ന് പറയുന്നുണ്ടല്ലോ. എടാ എൻ്റെ കുഞ്ഞ്, ഈ 2 കുഞ്ഞുങ്ങളും എൻ്റെ വീട്ടുകാരും എൻ്റെ ഈ ട്രോമ, ഞാനൊരു ട്രോമയിലോട്ട് കാരണം എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് വരുന്നത്. ഞാൻ ട്രോമയിലോട്ട് പോയി, ഞാൻ ഇവിടെ പാനിക്കായി വല്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടെ കിടക്കുന്ന ഒരു പാനിക് സിറ്റുവേഷൻ എൻ്റെ കുഞ്ഞുങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുങ്ങളും എൻ്റെ കൂടെ നിന്ന് കരയുക, എനിക്ക് വല്ലാത്ത അവസ്ഥയിൽ ഞാൻ കരച്ചിലും ഇതെല്ലാം ആ കുഞ്ഞുങ്ങൾ പോകുന്നുണ്ട്. എടാ ഒന്നുമില്ല, നിന്റെ കുഞ്ഞാന്ന് പറഞ്ഞാൽ നീ ഭയങ്കര അവകാശം, നീ അതുകൊണ്ട് വിളിച്ചോ. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്റെ കുഞ്ഞിനെ വിളിച്ചോണ്ട്? ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നീ ഈ വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സല്യൂട്ട് ചെയ്തേനെ. എടാ ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം ചെയ്തു പോകുന്നു. ഈ പെട്ടെന്നുള്ള അറ്റാക്കിൽ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റത്തില്ല. അതിൽ കുറച്ച് നമ്മളെ വീട്ടുകാരും കുറച്ച് ആൾക്കാരും എന്നെ സ്ട്രോങ് ആയിട്ട് നിർത്തുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു പോയായിരുന്നു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് ഞാൻ ചത്തുപോയാനെ. ആ നിമിഷം എൻ്റെ ബുദ്ധി തോന്നി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് ഞാനങ്ങ് ചാവാന്ന് വിചാരിച്ചായിരുന്നെങ്കിലോ അപ്പം നിന്റെ ഈ കുഞ്ഞ് ചാവത്തില്ലായിരുന്നോടാ. നീ ഭയങ്കര സംഭവമായിട്ട് പറയുന്നുള്ളൂ, ഒന്നാണോ മാനമില്ലാത്തവനെ. എടാ കുഞ്ഞിനെ വെച്ച് ഭയങ്കര വിഷമത്തോടെ ഭയങ്കര വന്ന് കരച്ചിൽ പറയുന്നുള്ളൂ. എടാ നീയൊക്കെ ആരാണെന്ന്, എടാ നീയും നീയൊക്കെ ഭയങ്കര വാർത്തനെ പോലെ, നീ ഇതൊന്നും അല്ലെന്നുള്ളത് നാട്ടുകാർക്ക് ചിന്തിക്കുന്നവർക്ക് അറിയാം, ബുദ്ധിയുള്ളവർക്ക് അറിയാം ആരാണെന്ന്. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവോളികൾ അവരെ തന്നെ പറയുന്നത്, നിങ്ങൾ ആരുമല്ല എനിക്ക് ചെലവിനിരുന്നത്, നിങ്ങൾ ആരും മറ്റേ ഇതല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അന്തസ്സായിട്ട് സമ്പാദിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കണം. പിന്നെ ഏതെങ്കിലും ഒരാൾ ഇഷ്ടപ്പെടാതിരിക്കും, അതെൻ്റെ ഇഷ്ടമാണ്. ഇനിയൊക്കെ നീ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ അത് ആസ്വദിക്കാം. എന്തായാലും ഞാൻ കുറച്ചും കൂടെ ഫേമസ് ആയി, അറിയാത്തവരും കൂടെ എന്നെ അറിഞ്ഞിട്ടുണ്ട്. എനിക്കും പറഞ്ഞ കണക്ക് ഇനിയിപ്പോൾ ഈ സാധനമൊക്കെ എനിക്കിട്ട് കുറച്ച് അങ്ങനെയെങ്കിലും ഞാൻ പൈസ ഉണ്ടാക്കിയോട്ടെ. അല്ലാതെ ഇനി പറഞ്ഞ കണക്ക് പേടിച്ചു വല്ല MDMA വിറ്റോ അല്ലെങ്കിൽ കൊച്ചുങ്ങളെ കൊണ്ട് കൂട്ടി കൊടുത്തോ അല്ലെങ്കിൽ പേടിച്ചോ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണുക, കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക.
എന്തുണ്ടെങ്കിലും നെഗറ്റീവ് കമന്റ് പോസിറ്റീവ് പോസിറ്റീവ് ഞാൻ ആസ്വദിക്കും. ഓക്കെ, അപ്പം ചലഞ്ച് നടക്കാൻ തട്ടെ, ഇതൊരു ചലഞ്ചായിട്ട് ഞാൻ എടുക്കുന്നത്. ടെസ്റ്റ് ചെയ്യണം കേട്ടോ, 3 പേരും ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ കാണിക്കടി, നിങ്ങളെല്ലാം കാണിക്കടാ വെച്ചിട്ട് ഈ റിസൾട്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ 3 കോടി മേടിച്ച് സെറ്റിലായെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ 3 കോടി മേടിച്ചതിന്റെ തെളിവ് കൊണ്ടുവരുന്നവർക്ക് 2 കോടി ഞാനും കൊടുക്കും. ഉറപ്പാണ്. എൻ്റെ മക്കൾ സത്യം ഞാൻ ചലഞ്ച് ചെയ്യുന്നതും 2 കോടി ഞാൻ അവർക്കും കൊടുക്കും. ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത്. എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് 3 കോടി എൻ്റെ അക്കൗണ്ടിൽ കിട്ടി, ഞാൻ അതിൽ സൂക്ഷിക്കാമെന്ന് പറഞ്ഞു. 3 10 കോടി, അതിനകത്ത് 2 കോടി ഈ തെളിവ് കൊണ്ടുവന്ന വാക്ക് ഞാൻ 2 കോടി തരാം. പറയും ഒരു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇട്ട് അപ്പം സരിത പോടാ നീയൊക്കെ. ഇനിയും കമന്റ് പാടാ. ഇനി ഞാൻ എന്തായാലും ഇത്രയും ദിവസം എൻ്റെ കമന്റുകൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യമൊക്കെ എനിക്ക് പറ്റത്തില്ല. ഞാൻ സൈബർ അറ്റാക്ക് ആദ്യമായിട്ട് അനുഭവിക്കുന്നു. അതുകൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ പറയില്ല, എഴഞ്ഞ് കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോഴത്തേക്ക് എഴഞ്ഞ് വീണ് കാലം മുറിഞ്ഞ് വീണ്ടും പിന്നെ അവരങ്ങോട്ട് പയ്യെ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങും, പിന്നെ ഓടാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും, പിന്നെ ആരോഗ്യത്തോടെ അവർ എല്ലാം ചെയ്യാൻ തുടങ്ങും എന്ന് പറയുന്ന കണക്ക് ഞാനും അതേ സിറ്റുവേഷൻ. വീണു തീർന്നു, ആ വേദന എന്താണെന്ന് മനസ്സിലാക്കി ഇപ്പം സ്ട്രോങ് ആയിട്ട് ഞാനങ്ങ് എഴുന്നേക്കാം. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ലടാ. എന്തായാലും കുറച്ച് എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി പടാന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ സത്യം പറഞ്ഞാൽ ഫോളോവേഴ്സ് ഒക്കെ കൂടി വരുന്നത്. ഇനിയും നിങ്ങൾ തന്നെ കൂട്ടി തരണം കേട്ടോ. എന്നെ കുറച്ച് മുമ്പേ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ആണും പെണ്ണും കെട്ടവന്ന്. ഞാൻ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് അവരെയല്ല ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ വകച്ചുവിട്ട് ഇനി അതും വേണമെങ്കിൽ പറഞ്ഞ് കമന്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമാക്കി പറയുന്നത്. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും താല്പര്യമുള്ള ആണ്. അപ്പം എനിക്ക് പേടിയുണ്ട് എൻ്റെ മകനെയും കൂടെ കൊടുത്തുവിടാൻ. കാരണം 16 വയസ്സുവരെ ഒരു കുട്ടിയെ പീഡിപ്പിച്ചാലും തീർച്ചയായിട്ടും ഈ അവൻ്റെ മോനെയും കൂടെ അവൻ അതുപോലെ മിസ്യൂസ് ചെയ്യുന്നത് പേടിയുണ്ട്. അതുപോലത്തെ ഒരു കാര്യം ഞാൻ കേട്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. എനിക്കത് പേടിയുണ്ട്. ലീഗലി തന്നെ ഉള്ള മൂവിയാണ്, എനിക്കത് പേടിയുണ്ട് അയാൾ. അതുപോലെ തന്നെ മന്ത്രിയായ രമേശ് ചെന്നിത്തല സാറാണ് ഇപ്പം ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതിന്റെ നിയമം സാറാണ് എടുത്തിരിക്കുന്നത്. സാറിന്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, പബ്ലിക്കിൽ വന്ന് ഇത്രയും ആൾക്കാർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻ പറഞ്ഞുകൊണ്ട് ഒരു MDMനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കുറിച്ചും ഞാൻ തെളിവ് സഹിതം ഒരാളെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സാർ. തീർച്ചയായിട്ടും എന്നെയും ദിയാസനെയും ഫിറോസ് ഖാനെയും ഈ പറഞ്ഞ റോഷ്നി, ഞങ്ങൾ 4 പേരെയും സാർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ 4 പേരെയും ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ്. സാറിന്റെ കണ്ണുമുന്നിൽ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. എനിക്ക് സാറിന്റെ മുന്നിലോട്ട് എത്താനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സാറിന്റെ കംപ്ലൈന്റ് ചെയ്യേണ്ട രീതിയിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പോൾ എന്റെ പേരിലും കൂടെയാണ് ഇങ്ങനത്തെ ഒരു സാധനം നടക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആൾക്കാരുടെ മുന്നിലായാലും ബാക്കിയുള്ളവരുടെ മുന്നിലായാലും ഞാൻ എന്റെ തെറ്റുകൾ തിരുത്താനോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ എന്താണ് തെളിയിക്കാനുള്ള ഒരു കടമ എനിക്കുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ചും ഇങ്ങനെയുള്ള അലിഗേഷൻ പറയുന്നത് ഞാൻ ഈ സാധനങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 4 പേരും ഞങ്ങൾ 4 പേരെയും അറസ്റ്റ് ചെയ്യുമോ, ഇതിന്റെ നിയമവശം ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് ഞങ്ങൾ 4 പേരും ടെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ് സാർ. സജനയുടെ ഒരു കൂട്ടുകാരി പറയണതെന്ന് കേട്ടു. ഇവൾ കുറെ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിന്റെ വീഡിയോ ജോയിനുണ്ട്. അത് അവൾ കയറി പോണേ, അവൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്റെ റസൂൽ പൂക്കുട്ടിയാണ് എന്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങില് കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറ്റ മൂവിയുടെ ഇതിന്റെ ഒരു പാട്ടിന്റെ സീനൊക്കെ ഇപ്പൊ നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സ് ആയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചപ്പോൾ അപ്പൊ ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ അതെ റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കേണ്ടത്, അപ്പൊ അവളോട് ആടി ഇരിക്കാൻ അയക്കേണ്ടത്, നിനക്ക് എന്ത് മെസ്സേജ്? അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിന്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയത്. സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവര് തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാൾ ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്കും അയച്ചു. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയാ, ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണോ വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം. ഇതിന്റെ പ്രൂഫ് അല്ല റസൂൽ പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്, സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കൊക്കെ അയച്ചിട്ടുണ്ട്, അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്. അവൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒന്ന് സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്ത് അതിന്റെ ടോക്ക് മാറി. കാന്തന്റെ വിശേഷം. അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവള് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച് ശരി ആ കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്, ആ ശരി നമ്മുടെ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും റസൂൽ പൂക്കുട്ടിയുടെ സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എന്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാവും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവിടെ പറഞ്ഞല്ലോ വീഡിയോയിൽ, എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ
തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ സജനയുടെ മൂക്കിൽ ഒരു 3-3.5 കിലോ ഉള്ള എന്റെ കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയത് സജന. സ്റ്റേജിൽ കയറ്റ സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവൾ ആ സ്റ്റേജിൽ ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഇപ്പൊ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവൾ ചെയ്ത കാര്യമാണിത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് എന്താണ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. അപ്പൊ ആ സാധനം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ചെയ്ത് ആരുടെ നെയിൽ പോളിഷാണ് അത് ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്. ഞാൻ നാണുണ്ടോ സച്ചിൻ നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവളുടെ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. വൃത്തികെട്ട ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇവള് പറയുന്നുണ്ട് രേണുസുതിനെ പോലെ എന്നൊക്കെ. സത്യം പറയട്ടെ, രേണുസുതിയൊക്കെ ഇല്ലേ പൂവിട്ട് പൂജിക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് റസൂലിനെയും പറ്റിച്ചിട്ടും ഒരാൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവൾക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് നമ്മൾ പോകും. അന്ന് അവളെ കൂട്ടിയിട്ട് പോയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറയാൻ എനിക്കറിയാം. പക്ഷെ അവരെയൊന്നും ഞാൻ ഉള്ളത് വലിച്ചെടുക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നു. അവരുടെ പേരെല്ലാം കറക്റ്റ് ആയിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? ഫിറോസിന്റെ വീഡിയോയിൽ കറക്റ്റ് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സമ്മതിക്കണം, ഇതൊക്കെ പൊക്കി എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതെല്ലാം പച്ചയായ സത്യങ്ങളാണ് ആ പറഞ്ഞതല്ല. അതിൽ ഒരു തെറ്റ് പോലും അതിൻ്റെ അകത്ത് ഒന്നും അങ്ങേര് ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. എല്ലാം വിത്ത് പ്രൂഫ് അതൊക്കെ അതിന് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്റെ കയ്യിലുള്ള പ്രൂഫ് ഒക്കെ കൂടുതലും സജനം ഈ ഇവര് ജില്ല വിട്ട് ഓടിപ്പോണ്ട സമയം കഴിഞ്ഞു. വേറൊരു ചെറുക്കനെ കണ്ടിട്ട് അതിന് ഇഷ്ടം തോന്നിയത് വേറൊരു പെണ്ണിനോട്, ഇവൾക്ക് അവനോട് സ്നേഹം, എന്നിട്ട് അവരായിട്ട് തല്ലുപിടിക്കുക, കണ്ടുകൊണ്ട് ഗോഷ്ടി കാണിക്കുക. അയ്യോ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ മാറിയെന്ന് ആദ്യം ഞങ്ങൾക്ക് ചിരി വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സഹിക്കാൻ പറ്റാണ്ടായി. ഇതൊക്കെ ഒന്നും ഈ പറഞ്ഞ റിസൾട്ട് കുട്ടി ഇതൊന്നും അറിയുന്നില്ലേ? റിസൾട്ട് കുട്ടി വിളിക്കുമ്പോൾ എന്റെ പൊന്നിക്ക, എന്റെ ജീവിതത്തിൽ എന്റെ ഇക്കല്ലാണ്ട് എനിക്ക് ആരും വിളിക്കാം, എനിക്ക് ഇക്ക മാത്രം വിളിക്കാം. ഇങ്ങനെ അവളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എടുത്തിട്ട് എറിയാൻ തോന്നും. ഫോൺ വെച്ചിട്ട് അവള് പിന്നെ ഇപ്പുറത്ത് അവൾക്ക് കള്ളുകൂടി പരിപാടിയാണ്. സജന പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കഴമ്പില്ല. അവൾക്ക് ഒരാളോട് ദേഷ്യം വന്നാൽ അവര് തറപറ്റിച്ച് സംസാരിക്കും. തറപറ്റിച്ച് അവര് വൃത്തികെട്ടവളെന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കും. ഏത് ലെവലിൽ വേണമെങ്കിലും അവൾ സംസാരിക്കും. ഞാൻ എന്റെ കെയർ ഓഫിൽ പരിചയപ്പെട്ട് എടുത്തു കൊടുത്ത ഒരു 3-4 ആൾക്കാരോട് അവള് ചുമ്മാ അവളുടേതായ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കഞ്ചാവ് വലിക്കാനും അവൾക്ക് എം ഡി എം എടുക്കാനും വേണ്ടിയിട്ട് അവൾ അവരുടെ അടുത്ത് പൈസ വേണം എടാ പൈസ താടാ എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവളുടെ ക്യാരക്ടർ. ഞാനൊക്കെ 10-12 വർഷം ദുബായിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരാളുടെ പേരെടുത്തിടുക, അത് മറ്റുള്ളവർ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഏതോ നല്ല ആൾക്കാരെ ഏറ്റുവിട്ടു. ഈ നല്ല ആൾക്കാരെന്ന് പറഞ്ഞ ആൾക്കാരുടെ പേര് അവൾ പറയട്ടെ. അപ്പൊ അറിയാം ഫിറോസിന്റെ വീഡിയോയിൽ പറഞ്ഞ ആൾക്കാരുടെ പേരാണോ സജനക്ക് പറയാനുള്ള പേരെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. അല്ലാണ്ട് സജനക്ക് അവിടെ ആരുണ്ട്? ഞാൻ തരാം പ്രൂഫ്. സജന നേർക്കൂടി കയറ്റിവിട്ടതല്ല, പൊളിച്ചടുക്കി തരാം ഞാൻ സജനയുടെ എല്ലാ കാര്യങ്ങളും. ഞാൻ സെലിബ്രിറ്റി അല്ല. എന്നെ ഇപ്പൊ സജന വന്നത് അവള് വൃത്തിയിട്ടാളാണ്, അവൾ അവരുടെ കൂടെ ഇവരോട് ഇങ്ങനെ പറയാൻ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളതും സജന എന്താണെന്നുള്ളതും. അപ്പം ഞാൻ കയറ്റിവിട്ട എന്റെ സുഹൃത്തിനെ ഞാൻ വിളിക്കുകയാണ്, ഞാൻ സംസാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവള് അവിടെ അപ്പൊ അതിനു മുമ്പ് ഇവള് നാട്ടിൽ നിന്ന് ഇടക്കിടക്ക് നാട്ടിൽ വിളിച്ചിട്ട് നമ്മുടെ ഇവരൊക്കെ വിളിച്ചിട്ട് എന്താണ് വെച്ചിട്ട് ഇപ്പൊ ഇന്നാളെ ഒരു അലിഗേഷൻ ഒക്കെ വന്നല്ലോ. അവന്റെ പേര് ഞാൻ പറഞ്ഞു. ആ പുള്ളിനെ വിളിച്ചിട്ട് എടാ എനിക്കൊരു ഇത് സെറ്റ് ചെയ്ത് തരണോടാ ഫിറോസ്. അവള് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഫിറോസ് നീ നിന്റെ മറ്റേ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ അവളുടെ കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് വന്നിരുന്ന് പറയണം, എന്തെങ്കിലും പറയണം, നീ എനിക്കൊരു ഇത് സെറ്റാക്കി തരണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് നാട്ടിൽ ആൾക്കൊരു ഇന്റർവ്യൂ സെറ്റ് ചെയ്തത്. ആ വിളിച്ച് പറയുന്ന സമയത്തൊക്കെ ഞാനുണ്ട് അവിടെ. ഷിയാസ് അത് തന്നെ ആ ചെക്കനാണ്. അവനെ വിളിച്ചിട്ട് അപ്പൊ അവനെ വിളിക്കും. സജന കണ്ടില്ലേ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കണ്ടായിരുന്നോ സജന? ഗർഭമുണ്ടാക്കിയ ദൈവം എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്റെ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എന്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. ഹലോ എവ്രിവൺ, ഒരുപാട് മെസ്സേജുകൾ. ദൈവം ഗർഭമുണ്ടാക്കി കൊടുക്കും, ഒന്നല്ല 3 തവണയോ 30 തവണയോ വരെ ഉണ്ടാക്കി കൊടുക്കും. അത്ഭുത ബാലനെ സൃഷ്ടിക്കാൻ കഴിവുള്ള പഠിച്ചവന്റെ ദൂതനായിരിക്കും റസൂല്. അറിയില്ല, എന്തായിരുന്നാലും അവർ തന്നെ പറയട്ടെ അല്ലേ.